സ്ഥലം കുഞ്ഞാൻ്റെ മോൻ്റെ ഇങ്ങനെ എന്തോ ഒരു പാർട്ടി ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഇതൊക്കെ കൊടുക്കുന്ന ക്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റെസ്റ്റോറൻ്റ് ആണ്, നമ്മൾ ആപ്പിളിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു റെഡിയായിട്ട്. ഞാൻ ആപ്പിളെ റെഡിയായി. പിന്നെ എൻ്റെ കുഞ്ഞനോടൊക്കെ റെഡി ആയിട്ടേ ഉണ്ടായിരുന്നില്ല. ഒന്നാം ഞാൻ ടൂർ പോകണമെന്ന് ഇനി അതാ എൻ്റെ കുഞ്ഞാണ് വാസ്തവം. ഇതാണ് എൻ്റെ സെക്കൻഡ് കസിൻസ് കേട്ടോ. കസിൻസൊക്കെ പോകാനായിട്ടാണ്. ഇവളാണ് കർപ്പിച്ചവൾ കസിനെ പോലെ ഇങ്ങനെ വെള്ളം മയങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനെങ്കിൽ വേഗം റെഡിയായി. 4 കസിൻസുകളുണ്ട് എനിക്ക്. നമ്മളെല്ലാവരും കൂടി നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ ഉമ്മതാ നോമ്പ് സമയത്ത് ബത്തുക്കളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവളാണെങ്കിൽ പിന്നെ കുഞ്ഞാന്ന് രണ്ടാമത്തെ കസിന് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ബാഗൊക്കെ ഇട്ടുന്ന ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ കണ്ണാടിയൊക്കെ പേടി പിടിക്കും. പിന്നെ അവിടെ പറഞ്ഞാൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. പിന്നെ ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് അവളെ കൂടെ അവൾ വല്ല ഇതാക്കുന്നുണ്ടായിരുന്നു. സ്നാപ്പ് എടുത്തായിട്ട് ഗൈസ് നടത്തറാണോ ഞാൻ മുടിയൊക്കെ വെച്ച് ഇങ്ങനെ മഴയ്ക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ എൻ്റെ ഫസ്റ്റത്തെ കസിൻസ് വന്നു. കസിൻ ഇവിടെ ഇരുന്നു പോവാലൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കൊന്നും നോമ്പില്ല ഗൈസ്. ഇവിടെ 3 പേർക്കും നോമ്പില്ല കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ നോമ്പിലത്തെ കള്ളത്തി പറഞ്ഞത് തിന്നു എന്തിനൊക്കെ ഏതാ ഇവിടെ തിന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ വിട്ടാൽ ശരിയല്ല, നമുക്ക് തിന്നാണല്ലോ. പിന്നെ ഞാൻ തിന്നു കേട്ടോ. നിങ്ങളുടെ ഡേയ്സ് നല്ല പ്രീണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത സാറെ പൂവാക്ക് പറഞ്ഞതാ അവരെ കാര്യം. ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ കസിൻസ്. പിന്നെ പൂവാക്ക് പറഞ്ഞു കമോൺ പറഞ്ഞു. കസിൻസ് കമോൺ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. മുന്തിരി കഴിച്ച് എടാ എൻ്റെ ഫസ്റ്റ് കസിൻ്റെ അതിനത്തെയാണ് കേട്ടോ ഇത്. അതിനത്തോടെ വരുന്ന വെച്ച് പിന്നെ വരുന്ന ഒന്ന് നോക്കി എന്നിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ സെക്കൻഡ് കസിനൊക്കെ ചെരുപ്പിട്ട്. പിന്നെ ഇവളാണെങ്കിൽ മുടി കെട്ടിച്ചേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവളെ മുടി കെട്ടി നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ പെരേന്ന് കീനയും എൻ്റെ കാക്കാൻ്റെ പെരയാണ് ഇത്. കാക്കാൻ്റെ പേർക്ക് അങ്ങനെ പോയി കേസ് ഇതാണ്. ഇവിടെ എന്തൊക്കെ സാധനം കൊടുക്കാൻ വേണ്ടി ഇവിടെ കയറിയാണ് കേട്ടോ. പിന്നെ അവളെ കാത്തിക്കണ്ട വന്നു. ഇവിടെയാണ് വരുന്നില്ല. ഞാൻ വേഗം വിളിച്ച് വന്നു. ചെരുപ്പ് കുറവുണ്ട്. അത് നമ്മളിങ്ങനെ പോവാൻ കേട്ടോ. ഇവിടെ എൻ്റെ ബാബിൻ്റെ മോനാട്ടോ. അവസാനം എൻ്റെ അമ്മേൻ്റെ മോൻ്റെ മോന് അവനാണ് അന്തമിട്ട് കുന്തപോലെ. പിന്നെ നമ്മൾ ഇറങ്ങി ഐസ് എല്ലാവരും വെക്കുന്നുണ്ടായിരുന്നു. നമ്മളതിൻ്റെ സന്തോഷത്തിലായിരുന്നു. നമ്മൾ 4 പേര് ഇതുവരെയായിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവില്ല. പിന്നെ അടുത്തായിട്ട് നമ്മൾ പോവാൻ കേട്ടോ. റെസ്റ്റോറൻ്റ് ആണ് ഇങ്ങനെ കണ്ട. ഇതാണ് ഫംഗ്ഷനുള്ള ഇങ്ങനെ ഒരു പരിപാടിയുള്ള റെസ്റ്റ് ഓക്സിക്കൻ ഉണ്ടോ പേര് കേട്ടോ അതിൻ്റെ. നമ്മളടുത്ത് തന്നെയാണ് കേട്ടോ പേരാണ്. കുറച്ച് നടക്കാണ്. ഇത് ആപ്സി ആണ്. നമ്മൾ നല്ല ചിക്കനൊക്കെ അവിടെ പാർക്കൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും പോവാൻ ഇങ്ങനെ. പിന്നെ നമ്മളെന്താ ഇവിടെ മൈൻഡ് വരാക്കുന്നില്ല. മൈൻഡൊക്കെ അത് കള്ളമാറ് വലിച്ചു. ഇതാട്ടോ ബിൽഡിങ് ഇതൊക്കെ ഓക്സി എന്ന് പറഞ്ഞത്. അതിലൊക്കെ നമുക്ക് മരത്തിലിടാം. നമ്മൾ വേറെ ചേർന്നു. നല്ല ബിൽഡിങ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. നമ്മൾ ബിൽഡിങ്ങൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല ബസ്സുണ്ടായിരുന്നു. ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഈ സൈഡാണ് ഊഞ്ഞാല ഉണ്ടാവും. പിന്നെ ഊഞ്ഞാല നല്ല റെസ്റ്റോറൻറ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ വേഗം കയറി ഡോറൊക്കെ തുറന്ന് ഒരു 4 ഡോറ് തന്നു. ഞാൻ ബോസല്ലേ നട പോലെ അവർക്ക് ഡോറ് തുറന്നു. നമ്മൾ നേരെ കയറിയിട്ടാകുമ്പോൾ അയച്ചോട് ചോദിച്ചു എവിടെയാണ് സ്ഥലം പരിപാടി എടുക്കുന്നത്. അപ്പോൾ അവിടെ 3 കയറുന്നു. അങ്ങനെ ഇവിടാണ് സ്റ്റെപ്പിലെടുത്ത് പോകാൻ. ഞാൻ നേരെ വിട്ടു മോളെ നമുക്ക് ലിഫ്റ്റിൽ പോകാൻ. ഞാൻ നക്കിട്ടോ. പിന്നെ ഇവർക്ക് അങ്ങ് പേടിച്ചിട്ട് കഴിഞ്ഞില്ല. അവിടെ കൊണ്ടുപോകാം വേറെ മുഖം ഉണ്ടാക്കാൻ അറിയാം. ഞാനില്ല മോളെ തേജായിട്ട് എനിക്ക് പറഞ്ഞു. നമ്മൾ ലിഫ്റ്റിൽ പോയിട്ട് കാത്തിരിക്കാണ്. അങ്ങനെ ഇവർക്കൊക്കെ ഒരു മുഖം ഉണ്ടോ പേടിയായിട്ടാണ്. പക്ഷെ ഇവർ അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഉള്ളി കയറി. ഞാൻ നോക്കാൻ നമുക്ക് അവരെല്ലാം നോക്കി കഴിഞ്ഞു. അതിലൊരു പെണ്ണ് നോക്കായിരുന്നു. നേരെ നോക്കുന്നുണ്ടാവും. ഇവിടെ കൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കൂക്കിൽ എനിക്ക് പേടിയാകുന്നു. അവർക്കത് പഠിച്ചു. ഞാനും ധൈര്യം ഉണ്ട് മോളെ. എനിക്ക് ധൈര്യം ഉണ്ട്. ഞാൻ കുറേ ദുബായൊക്കെ ലിഫ്റ്റിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് പേടില്ല. പണ്ട് ചെറുപ്പത്തിൽ പോയതാണ്. ഇവരെല്ലാം കില്ലിന്നൊക്കെ നിർത്തി വന്നു. നമ്മൾ നമ്മുടെ പറഞ്ഞ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ബസ്സിൻ്റെ ഇങ്ങനെ അവാർഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്വിസിൻ്റെ ജയിച്ചവൻ്റെ മെഡല് അങ്ങനത്തെല്ലാം. പിന്നെ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു ഇങ്ങനെ എന്തെല്ലോ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ എന്തെല്ലാം പറയുന്നുണ്ടായി അയാൾ. പിന്നെ നമ്മൾ നോമ്പൊറുക്കാൻ വേണ്ടത് നമുക്ക് നോമ്പില്ലല്ലോ ഗൈസ്. നമ്മൾ നോമ്പൊറുക്കാൻ വേണ്ടത് താഴെ പോയത് ബോയ്സിൻ്റെ ആണുങ്ങളെ പുരുഷന്മാരേൻ്റെ ഇതാണ് കേട്ടോ. നോമ്പർപ്പിക്കലാണ്. ഇവിടെ നമ്മൾ എല്ലാവരും ഗേൾസ് താഴെ പോയിക്കോ പറഞ്ഞു. പിന്നെ എൻ്റെ കുഞ്ഞാ പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടോ കുഞ്ഞ് പിന്നെ എല്ലാവരും താഴെ പോയിക്കോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതോടെ കണ്ടിപ്പോൾ നമ്മളെല്ലാവരും താഴെ പോകാണ്ട് ഗൈസ് നോമ്പർക്കാണ്ട്. നമുക്ക് നോമ്പില്ല ഗൈസ്. അവിടെ നമ്മൾ വെറുതെ പോകാണ്ട്. നമുക്കത് ചിരിവണ്ടിക്കുന്നുണ്ടായിരുന്നില്ല നോമ്പർക്കാൻ പറഞ്ഞിട്ട്.
എന്താ നമ്മ മാത്രം ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരുന്നു. നമുക്ക് എന്ത് ഫംഗ്ഷൻ അറിയാനുണ്ടായിട്ടില്ല. പിന്നെ ഇവളൊക്കെ തുള്ളി തുള്ളി പോവാ കേട്ടോ. പിന്നെ നമ്മളാണ് കോട്ട, ബാക്കൽ ഫോർട്ടില്ലേ കോട്ട, നമ്മളാണ് നമ്മൾ പേരിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കോട്ട. പിന്നെ അതാ ഇവിടെ സഹറ വിളിച്ച് പിന്നെ നമ്മൾ ഇറങ്ങാണ് സ്റ്റെപ്പിൻ്റെ അടുത്ത്. പിന്നെ എന്താ നോമ്പൊക്കെയുള്ള സ്ഥലം എത്തി ഗൈസ്. ഇതെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ശരിയാർക്കുള്ള ഇങ്ങനെ നോമ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ വന്ന് ഒരു സീറ്റ് ഉണ്ട്, അവിടെ പോയിട്ടിരുന്നു. പിന്നെ എന്തെല്ലാം ഉണ്ടായിരുന്നു, ജ്യൂസ്, എൻ്റെ ഫ്രണ്ടായിരുന്നു, ജ്യൂസ്, വെള്ളം, അങ്ങനെയൊക്കെ വാട്ടറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ വലിയ സീറ്റായിരുന്നു. ഞാനും കസിനൊക്കെ അപ്പുറം വന്നിട്ടുള്ളത്, ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് കേട്ടോ ഗൈസ്. പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നിട്ട് ഗൈസ്. പിന്നെ ഞാൻ ഈത്തപ്പായൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് കാത്തിക്കണം. എല്ലാവരും നമ്പർക്കാണ്. കസിനൊക്കെ ഇവിടെയാണ്. കസിൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇരിക്കാം. പിന്നെ ഈത്തപ്പായ തിന്നുകൊണ്ട് ബാങ്ക് കൊടുത്ത് പിന്നെ ഈത്തപ്പായ തിന്നാറും. നോമ്പിൻ്റെ ഗസ് എനിക്ക് ചിരി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പുറം നോക്കുകയാണ്. പിന്നെ കസിനൊക്കെ ഞാൻ ചിരിച്ചുപോയി, നോമ്പില്ലല്ലോ പറഞ്ഞിട്ട്. അങ്ങനെ ഈത്തപ്പായന് സ്റ്റോമാഷ് കണ്ടു ഗൈസ്. ഞാനിങ്ങനെ മിനിമിനെ തിന്നോണ്ടൊക്കെ എന്താ ഈത്തപ്പായ തിന്നത് തീർന്നില്ല. തിന്ന് കഴിഞ്ഞു ഗൈസ്. ഉരൊക്കെ അവിടെ വെച്ച് അടുത്ത് നമുക്ക് ജ്യൂസ് കുടിക്കാം. ജ്യൂസാണ് കൂടെ നല്ല പത്തൊക്കെ ജ്യൂസായിരുന്നു കേട്ടോ. നമ്മൾ തണുത്ത. പിന്നെ ഈത്തപ്പായ ഇറക്കാനും ബുദ്ധിമുട്ടാണ് ഗൈസ്. ഇറക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ജ്യൂസ് കുടിച്ചാക്കണ്ടാവും. നല്ല ടേസ്റ്റ്. പത്തൊക്കെ ദിവസം മോശമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്തൊക്കെ ദിവസം. പിന്നെ നല്ല പഴം ജ്യൂസ് കുടിച്ചു. 2 ഗ്ലാസ് ജ്യൂസൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതാണ് തീർന്നില്ല. ജ്യൂസ് ഞാൻ കാണിച്ചാൽ 10 ദിവസമാണ് ഗൈസ്. പകുതി എത്തി. നമുക്ക് കുടിച്ച് തീർക്കാം. രണ്ടാം കുടിച്ച് തീർന്നു ഗൈസ്. അതിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ തുറന്നിട്ട് കുടിച്ചു വെള്ളം നല്ല ദാഹം ഉണ്ടായിരുന്നു. കുടിച്ചൊന്നും തീർന്നേ ഇല്ല വെള്ളം. നല്ല ദാഹത്തിനോട് ഞാൻ കുറേ വെള്ളം കുടിച്ചിട്ടോ. കുടിച്ച് അടുത്തയാണ് നമ്മളെ കുറച്ച് ഇങ്ങനെ സമയമൊക്കെ വന്നത്. പിന്നെ മുസമ്പി അകത്തിലുണ്ട്. ഞാൻ 10 കഴിച്ചു കേട്ടോ. 10 ടേസ്റ്റ്. അങ്ങനെ ഒരു വായിക്ക് കിട്ടും. നിങ്ങളിതാ കേങ്ങച്ച കേട്ടോ. കേങ്ങച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വെച്ചു. പിന്നെ മുന്തിരി ആദ്യം വെച്ചു ടേസ്റ്റ്. അങ്ങനെ അടുത്തയാണ് ഉള്ളി വെച്ച ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ട മുഖം കണ്ടൊക്കെ എക്സ്പ്രസ് ഉണ്ടങ്ങനെ വിചാരിക്കാൻ ഒരു പാങ്ങില്ലാത്ത. കാരണം ഞാൻ അതൊക്കെ കഴിച്ചിട്ട് എനിക്ക് പാങ്ങി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിച്ച് തീർത്ത് ഗൈസ്. ഇങ്ങനെ ചാടാതിരിക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. ഇതാ അവരൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതെടുക്കുന്നൊക്കെ. ഞാനതൊക്കെ കഴിച്ച് തീർത്ത് തന്നിട്ടുണ്ട്. പിന്നെ അപ്പുറം പോകാമെന്ന് വിചാരിച്ചു കസിൻ്റെ അടുത്ത്. പിന്നെ ഞാൻ നേരെ കസിൻ്റെ അടുത്ത് പറ്റിയിരുന്നു. കസിൻ ഓർമ്മ ഇതാ ചോറൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചോറ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാ ഞാൻ നടന്നു വന്നതാ നേരെ ഒരു ചോറയ്ക്കാൻ വേണ്ടിയിരുന്നു. ചോറയ്ക്കുന്നതാണ് കസിനൊക്കെ പറഞ്ഞു ചോറയ്ക്കാൻ പോവാൻ ടേസ്. എൻ്റെ ബാബിൻ്റെ മോനുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞൻ്റെ മോൻ്റെ മോൻ. അതാണ് നമ്മൾ ചോറൊക്കെ എത്തിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി കേട്ടോ. നല്ല എനിക്ക് വയനൊക്കെ വിളമ്പി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോറയ്ക്കാണൊക്കെ കുഞ്ഞാൻ്റെ മോള് പറയുന്നുണ്ട്. കുഞ്ഞാനോടാണ് കസിൻസ്. അങ്ങനെ കസിൻസ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ലതായി കഴിക്കുന്നുണ്ട്. കണ്ടോ ഇവിടെ എന്താ കസിൻസൊക്കെ നല്ലതായി കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു നോട്ടം ഭാവിൻ്റെ മോനെങ്കിൽ അന്തമത്ത് കുന്ത പോലെ. പിന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്തു. പിന്നെ ഞാൻ അതിലൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി. എൻ്റെ കണ്ണൊന്നും ഇങ്ങനെ ഇതായി പോയിട്ടോ. അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൈയ്യേകാൻ വേണ്ടിയിട്ട് വന്നു. കയ്യോന്ന സ്ഥലം മാറിപ്പോയി ഗൈസ്. ഇവിടെ അല്ലായിരുന്നു കയ്യോണ്ട സ്ഥലം. കയ്യോണ്ട സ്ഥലം അതാ ഇങ്ങോട്ട് തിരിഞ്ഞു ലെഫ്റ്റൊക്കെ അവിടെയാണ് ആൾക്കുണ്ട്. പിന്നെ നമ്മൾ കയ്യോകം വന്നിട്ടോ. കയ്യോന്ന് ഇവിടെ ഉള്ളിൽ മുറിച്ചുണ്ടായിരിക്കും. എങ്ങനെയോ വറുപ്പായിട്ട് കയറുണ്ടായിരുന്നില്ല വെള്ളം പോകാൻ കയ്യോക്കാൻ. നമ്മൾ എങ്ങനെയും കയ്യോയി. പിന്നെ നമുക്ക് അടുത്താണ് മുകളിലേക്ക് പോവാം. അങ്ങനെ ആ മുകളിലേക്ക് പോകാണ്ടിരിക്കുകയാണ്. നമുക്ക് ലിഫ്റ്റിൽ കയറാകുമ്പോൾ നമുക്ക് ക്യൂ ആയിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ കുറച്ചിന് ഭാവിയിലെ കാളൊക്കെ പോയിട്ട് കുറച്ച്. പിന്നെ ഓടാൻ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പൂവാക്ക് പറഞ്ഞു ഫാത്തിമ പോവാം. ഫാത്തിമ സാറ സെൽഫാണ് കേട്ടോ. ഇവളൊക്കെ 3 കസിൻസിൻ്റെ പേര്. പിന്നെ ഇതാണ് മാലിക്കു. ഇവൻ്റെ പേര് മാലിക്കുമാണ്. ഇവളുടെ പേര് സെൽവ ആണ് കേട്ടോ. സെൽവ എന്താ ഇവിടെ പറഞ്ഞു താഴെ ലിഫ്റ്റിൽ പോകാറ്. ഞാൻ ലിഫ്റ്റിൽ വാ
പിന്നെ ബാബിക്ക് പേടിയുണ്ടോ നോക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ലിഫ്റ്റ് കയറി. ബാബിയാണ് സൗണ്ടൊക്കെയല്ലേ മാലിക് ബാബിൻ്റെ മൂലങ്ങളാ എക്സ്പീരിയൻസ് കണ്ടോ ആദ്യമായിട്ട് കയറാറ്റും. നേരെ എത്തി നമ്മൾ എവിടെ ആട്ടോ നമ്മൾ മോളേക്കാണ് 3 ആട്ടോ നമ്പർ, പക്ഷെ നേരെ താഴെയാണ് കേട്ടോ പണിയായി ഗൈസ്. പിന്നെ നമ്മൾ ആ മീറ്റിലോട്ടൊക്കെ വന്നു. പിന്നെ അവിടെ ഒരു നല്ല റൂമൊക്കെ കണ്ടു ഗൈസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു റൂമൊക്കെ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കുഞ്ഞാൻ്റെ മുളക്കത ഇങ്ങനെ പാലോണ്ട് പോയിട്ട് ഇങ്ങനെ നല്ല രസമുണ്ട്, നല്ല ഇങ്ങനെ വീടൊക്കെ വീടായിരിക്കും അവിടെ നിന്ന് താമസിക്കാൻ വേണ്ടിയായിരിക്കും കേട്ടോ ഗൈസ്. അങ്ങനെയായിരുന്നു. പിന്നെ കുഞ്ഞാൻ്റെ വേണ്ട സർക്കസ് ആയിരുന്നു, അത്യാവശ്യം ഇങ്ങനെ തുള്ളിച്ചടങ്ങുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ലതായിട്ട് ചിരിച്ചിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. താമസം പറയുന്നുണ്ടായിരുന്നു. എന്താ താമസം പറഞ്ഞേ പറഞ്ഞു. എന്താ ഇവളാണ് ഡോർ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ മോളെ അതിൽ ആളൊക്കെ ഉണ്ടാ ഇല്ല ഒക്കെ അറിയില്ല കേട്ടോ. നമ്മളെ ലോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. കറക്റ്റ് പിള്ളമാർ പറഞ്ഞോണ്ട് പായുന്നുണ്ട് കേട്ടോ വോയിസ്. അപ്പോൾ വോയിസ് ഒന്ന് സൗണ്ടൊക്കെയിട്ടാണ് പായുന്നുണ്ട്. ചിരിച്ചോണ്ടൊക്കെ പായുന്നുണ്ടായിരുന്നു. നമുക്ക് ചിരിവന്നിട്ട് ഇവളൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ചിരിയായിരുന്നു. നമ്മളെ ഇവിടെ ആളെന്നൊക്കെ അറിയില്ല. പിന്നെ നേരെ മീറ്റിലോട്ട് പോയി ഗൈസ്. മീറ്റിലോട്ട് നമ്മൾ അവിടെ സ്ഥലം ഇരിക്കാൻ പറ്റുന്ന പോകാറുണ്ട്. പിന്നെ അതാ അവിടെ ഡോറൊക്കെ തുറച്ചിട്ടുണ്ടായിരുന്നു ചടിച്ച്. അപ്പോൾ നേരെ പോയി എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. സീറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവാർഡ് കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞെ വിളിക്കുന്നത് കേട്ടത്. കുഞ്ഞെടുക്കാൻ പറഞ്ഞു. എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് മാലിക്കിനൊക്കെ എടുത്ത് പിന്നെ കൊണ്ടുവച്ച്. പിന്നെയാണ് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അവാർഡ്. അങ്ങനത്തെയൊക്കെ ഇങ്ങനെ ബേർഡ്സില്ലേ അങ്ങനത്തെ കൊടുക്കുന്നതാണ്. സെക്യൂരിറ്റി അകത്തേക്ക് അവർ കൊടുക്കുന്നില്ലേ അതിൻ്റെ കൊടുക്കുന്നുണ്ട്. കുഞ്ഞാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ വേഗം പോയി അവിടെ നിന്ന് കുഞ്ഞാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ബേർഡ്സ്. കുഞ്ഞങ്ങനെ വാങ്ങിച്ചിട്ട് വന്നു. ബേബി കുഞ്ഞാണ്. എൻ്റെ ഉപ്പയുടെ ഏട്ടത്തിയാണ് കേട്ടോ. പിന്നെ ഇവരാണ് ഫോണൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവളാണ് ഇവിടെ അവിടെ ഇങ്ങനെ ആരോ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇത്ര വീഡിയോ ബൈ.